പലപ്പോഴും ഒരു പൊതുവായിട്ടുള്ള സഹകരണാത്മകമായ അനുഭവത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ട് 96 ആലപ്പുഴയിൽ വന്ന കാലം തൊട്ട് ഇപ്പോൾ 28 വർഷമാണ്. നീണ്ട 28 വർഷക്കാലങ്ങളിൽ പ്രസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ മാറി മാറി വരാറുണ്ട്. ആര് വന്നാലും മാധ്യമ പ്രവർത്തകർ മാറി മാറി പോകാറുണ്ട് എന്നുള്ള എല്ലാവരുമായി ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. പക്ഷേ പറ്റാവുന്ന എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം സ്ഥാപിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു മാധ്യമ പ്രവർത്തനം വളരെ ക്രിയാത്മകമായ സഹകരണം എല്ലാ മേഖലയും ഒരു പൊതുപ്രവർത്തനം ഞാൻ ഈ നിലയിലെത്തുന്നതിന് ആലപ്പുഴ മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാവുന്ന പരമാവധി പോസിറ്റീവായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു എന്നുള്ളത് ഞാൻ നന്ദിയോടെ സ്മരിക്കാൻ നിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇപ്പം നമ്മൾ ഇടയ്ക്ക് 5 വർഷക്കാലം എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പാർലമെൻറ്റ് മെമ്പർ അല്ലാത്ത ആളായി എങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. ആ 5 വർഷക്കാലത്ത് പഴയതുപോലെ ഉണ്ടായിരുന്ന സ്ഥിരമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ കേരളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുമായി നിങ്ങൾ പലപ്പോഴായി അന്വേഷണാത്മകമായ റിപ്പോർട്ടുകളിലൂടെ പുറത്തുകൊണ്ടുവരുന്ന നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട നാട്ടിൽ സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സിൻസിയറായിട്ടുള്ള ആത്മാർത്ഥമായ പ്രശ്നം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുപോലെ ഈ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള ഭാഗം വേണ്ടി നമ്മുടെ പൊതുവായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വളരെ ക്രിയാത്മകമായ ശ്രദ്ധ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഒരു പത്രസമ്മേളനം മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞ് ഞാൻ പറയുമ്പോൾ ഞാൻ മുഖ്യമായും പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം പൂർണ്ണമായും മാറപ്പെട്ട ഇലക്ഷനായിരുന്നു 2024 ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളും ഇലക്ഷന് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഈ 2 സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഭാരതം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ത്യയിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ ഇതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നടന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൽ പങ്കുവച്ചിട്ടുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്തൊരു ഇലക്ഷൻ അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷനും പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ഇലക്ഷൻ വന്നത്. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്ത ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് മുൻപുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത നിർഭയമായി വോട്ട് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം വളരെ അനുകൂലമായ കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകൾ, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും സർക്കാരിൻ്റെ നിലപാടുകൾ മാറുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്ന സർക്കാരിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ റിസൾട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ജനങ്ങളെ അവരെ വീണ്ടും വിജയിപ്പിച്ചില്ല ഇന്ത്യ ഭരിക്കാൻ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും പഴയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറാനുള്ള ഒരു സാഹചര്യം മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങൾ. രാജ്യത്തെ ബേണിംഗ് ഇഷ്യൂസ് ഒരുപാട് നിലനിൽക്കുന്നു. അവർ ചില പുറംമോടികൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാർഷിക രംഗത്ത് ചില പ്രഖ്യാപനങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയപരമായ സമീപനം കഴിഞ്ഞ അതേ കാലത്തോട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ
ഏറ്റവും വലിയ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷയിലേക്കുണ്ടായിരിക്കുന്ന ക്രമക്കേട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രം നിങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പരിപൂർണമായി നഷ്ടപ്പെട്ടൊരു കാലമായിരുന്നു. ചോദ്യപേപ്പർ ലീക്കേജ് നിത്യസംഭവമാണ്. അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകൾ UPSC സ്ഥാപനം നടത്തുന്ന അതിൽ പോലും ആക്ഷേപങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, ഇപ്പം നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, നെറ്റ് പരീക്ഷ UGC നെറ്റിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ വന്നിരിക്കുന്ന വെബിൽ 6 ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും സാൻസിറ്റീവിലെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ എത്രയോ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ കണ്ണിലെണ്ണ ഒഴിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സാകാൻ നിൽക്കുമ്പോൾ കൈക്കൂലി കൊടുത്ത് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ സംഘടിപ്പിക്കുന്ന സ്ഥിതി. അതിന് മന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ 5 വർഷവും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൈകാര്യം ചെയ്ത ആളാണ്. ഇതിന് ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൽ പൂർണ്ണമായി നിക്ഷിപ്തമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്തയുടെ യോഗ തിരക്കായതുകൊണ്ട് യോഗയിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുള്ള വാർത്ത കേട്ടു. എനിക്ക് സത്യത്തിൽ ചിരിയാണ് തോന്നിയത്. ഞാൻ HRDയുടെ ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർലമെന്റ് മെമ്പറായിരുന്നു, രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ. ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. എല്ലാ പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളനം ഇല്ലാത്തപ്പോഴും മിനിമം ഒരു വർഷം 7 പ്രാവശ്യം കൂടുന്ന കമ്മിറ്റി 4 വർഷമായിട്ട് 20-22 4 പ്രാവശ്യം കൂടുന്ന കമ്മിറ്റി കൂടിയത് ആകെ ഒരു തവണയാണ്. അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, താങ്കൾ അറിയാമല്ലോ, താങ്കൾ രാഷ്ട്രീയ നേതാവാണല്ലോ, എനിക്ക് ഒരുപാട് ജോലി പാർട്ടി തന്നിട്ടുണ്ട്, അപ്പൊ എനിക്കിങ്ങനെ വിളിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്ന് അദ്ദേഹം, ഞാൻ ഇത് പറയാൻ കാരണം എന്നത് യോഗയ്ക്ക് വരാൻ പറ്റുന്നില്ല, ഒരുപാട് ജോലി തിരിക്കലുകൊണ്ട് ഞാൻ യോഗയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറയുമ്പോൾ അതിന്റെ ഒരു ഇരട്ടത്താപ്പ് അപഹാസ്യത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷക്കാലം ഇതുപോലെ ഒരു മനസ്സദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. CCTV ക്യാമറകൾ വെക്കേണ്ടത് അതുണ്ടാകാറില്ല പരീക്ഷകൾക്ക്. ചോദ്യപേപ്പർ സ്റ്റോറേജ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൂടെ പരാതികളിലൂടെ രംഗത്ത് വന്നിട്ടും ഒരക്ഷരം ഒന്നും ചലിക്കാത്ത മന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ലോക്സഭയ്ക്കകത്ത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ പോവാണ്. ഈ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം, അതിനകത്ത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച, കൃത്യവിലോപം എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇടനിലക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ക്രമക്കേടുകൾ നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾക്ക് സർക്കാരിനോട് പങ്കുണ്ടോന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ സംഭവിച്ച കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള പെർഫെക്റ്റ് മെക്കാനിസം ഉണ്ടാകുന്നത് വരെ സംഭവിച്ച കാര്യങ്ങൾക്കുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാനുള്ള കൃത്യമായ കർശനമായ അന്വേഷണ പരിധി ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ സമരപരിപാടികളായി മുന്നോട്ട്. ഇന്നലെ ഞങ്ങൾ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭത്തിലായിരുന്നു. എല്ലായിടത്തും, ഡൽഹിയിലും സംസ്ഥാനങ്ങളിലും 10,000-കണക്കിന് ആളുകളുണ്ട്. അപ്പൊ അത് ഇനി സഭയ്ക്കകത്തും പുറത്തും കൂടും. കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഡൽഹിയിൽ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്കാണ്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിശബ്ദത വെടിയണം. പ്രൈം മിനിസ്റ്റർ ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളെ ആശ്രയിക്കുന്ന ഒരു വലിയ പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിമറിയിൽ, മന്ത്രി തന്നെ പറയും തിരിമറി നടന്നിട്ടുണ്ടെന്ന്, അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത്
കുറ്റബോധം കൊണ്ടാണോ? അല്ല, ഇതത്ര വലിയ സീരിയസ് ഇഷ്യൂ അല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ മറുപടി ആഗ്രഹിക്കുന്നു. കഴിയാത്തൊരു സാഹചര്യം ഒരുപാട് അഴിമതികൾ വന്നിട്ട് പോലും അതൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ തുടക്കത്തിൽ തന്നെ വളരെ ക്രിയാത്മകമായിട്ട് രംഗത്തെത്താൻ കഴിയുന്നത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ പ്രതിപക്ഷത്തെ എങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഞങ്ങൾ ഈ പ്രതിപക്ഷത്തെ ലോക്സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ പാർട്ടി മുന്നണികളുടെ ഫ്ലോർ ലീഡേഴ്സിൻ്റെ യോഗം വിളിച്ചു. ഞങ്ങൾ പാർലമെൻ്ററി സ്ട്രാറ്റജി ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് കൂടി എല്ലാവരും കൂടി ഇന്ന് ആലോചിച്ച് ഏതൊക്കെ വിഷയങ്ങളാണ് ടേക്കപ്പ് ചെയ്യുന്നത്, അത് യുനാനിമസ് ആയിട്ട് എല്ലാവരും ഏകകണ്ഠമായിട്ട് എടുക്കാവുന്ന വിഷയങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ചൊരു വ്യക്തമായ കോർഡിനേഷൻ്റെ രൂപത്തിൽ പാർലമെൻറ്റിലെ വിഷയം അവതരിപ്പിച്ച് റിസൾട്ട് കൂടി ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ശക്തമായ സമ്മർദ്ദ ശക്തിയായിട്ട് പാർലമെന്റ് മാറും. ചില കോളുകളിൽ സിപിഎമ്മിന്റെ വിദ്യാസംഘടനയൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഈ നീറ്റ് ടെസ്റ്റ് മാറ്റിയിട്ട് കഴിവുകൾ തന്നെ സംസ്ഥാന തലത്തിലേക്ക് നടത്തണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് അങ്ങനെ നിലപാടുണ്ടോ? അതെ, തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നീറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യത്തിലാണ്. അത് കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഇത്തരം വിശ്വാസ്യതകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യകൾ മുഴുവനായിട്ടും ഇല്ലാതാകുന്നൊരു ഘട്ടം വന്നപ്പോൾ, ഇന്ത്യയുടെ വിശ്വാസം പൂർണ്ണമായും തീരുന്നൊരു ഘട്ടം വന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുകൾ ഗൗരവമായിട്ട് പരിശോധിക്കും. ഞങ്ങളുടെ തീരുമാനം അതായത് CBI എന്ന് പറയുന്നത് ഇപ്പോഴത്തെ CBI അന്വേഷണത്തിലെ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, ഒരു കോർട്ട് മോണിറ്റേർഡ് CBI എൻക്വയറിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, അതിപ്പം വരുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും എന്താണ് കോഴ്സ് ഓഫ് ആക്ഷൻ. കോൺഗ്രസ് മാത്രം തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നാം ഉപയോഗം കൂടി ഒരു പൊതുവായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും. അത് ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും, 2 ദിവസം മുമ്പ് ഉണ്ടാവും. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ TP ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടിൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിന് ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് ഉല്ലസിക്കുന്ന ഈ ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എനിക്കറിയില്ല. എൻ്റെ നിലപാട്, ഞാൻ മുൻപ് MP ആയിട്ടുണ്ട്. സ്റ്റേറ്റ് വിഷയങ്ങളിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടുക എന്നുള്ളത് തന്നെയായിരിക്കും. സംസ്ഥാനത്തിന് കിട്ടേണ്ടത് അതാരുടെ ഔദാര്യമല്ല. ഈ സംസ്ഥാനവും കൂടെ കൊടുക്കുന്ന GST നികുതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആസ്തി. അപ്പൊ ഇവിടെ കിട്ടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും കിട്ടുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും. പക്ഷേ ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഇപ്പം പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ് 24-ാം തീയതി. അത് പിന്നീട് ബഡ്ജറ്റ് സമ്മേളനമാണ്. സാധാരണ ഇലക്ട് ചെയ്ത MP-മാരെ ഒന്ന് വിളിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതുവരെ ഒരു നോട്ടീസൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വിളിക്കുമായിരിക്കും ചിലപ്പോൾ പേരിനെ. അതിന് പകരം നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് മനസ്സിലാക്കി തന്ന് ആ ഇഷ്യൂസിൽ ഏതൊക്കെ നിലപാടുകളുണ്ട്, എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം സമീപനം ഉണ്ടായാലും ഇല്ലെങ്കിലും സ്റ്റേറ്റിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പോരാടും. ചില വോട്ട് ഫ്രൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടോ? ചില ജാതികൾ ഒന്നടങ്കം BJP-യിലേക്ക് കൊടുത്തൊരു പേഴ്സൻറ്റേജ്
ഞാനിപ്പം അവരുടെ വിലയിരുത്തലിനെ കുറിച്ച് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിലയിരുത്തിയത്തോളം നമുക്ക് വിലയിരുത്താൻ പറ്റുന്നൊരു സാധാരണ പ്രവർത്തനം എന്ന പോലെ വിലയിരുത്തി നോക്കിയപ്പോൾ സർക്കാരിലും അവരുടെ പാർട്ടിയിലുമുള്ള വിശ്വാസക്കുറവാണ് ഒരു വലിയ വിഭാഗം CPM പ്രവർത്തകരിൽ മടുപ്പുണ്ടാക്കിയിട്ട് കൂട്ടി മാറാനുള്ള അവസരം ഉണ്ടായത്. അതിന് ഏതൊക്കെ ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു ജാതിയിൽ മാത്രം നിലനിൽക്കുന്നതാണ് അത് എന്നത് എനിക്ക് തോന്നുന്നില്ല. മതപരമായ ജാതിപരമായ ഏതെങ്കിലും ധ്രുവീകരണം BJPക്ക് അനുകൂലമായിട്ടുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് BJP തെരഞ്ഞെടുപ്പിനെ പോളറൈസ് ചെയ്യാനുള്ള പരമാവധി പരിശ്രമം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ കുറച്ച് കണ്ടിട്ടൊന്നും കാര്യമില്ല. അതിനവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പണം ഉപയോഗിക്കേണ്ടത് പണം ഉപയോഗിച്ചിട്ടുണ്ട്, സ്വാധീനം ഉപയോഗിക്കേണ്ടത് സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഭരണസ്വാധീനം. അതുപോലെ തന്നെ വർഗീയ ചേരിതിലുണ്ടാക്കാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, വിദ്വേഷം പരസ്പരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് BJPയുടെ സ്വഭാവമാണ്. ഓരോ സ്റ്റേറ്റിനും അവർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. അവർക്ക് കോമൺ സ്ട്രാറ്റജി അല്ലല്ലോ ഉള്ളത്. കർണാടകത്തിൽ അവർ കൺവെൻഷൻ ബില്ല് കൊണ്ടുവന്നു, ആന്റി കൺവെൻഷൻ ബില്ല് കൊണ്ടുവന്നു. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ അവരുടെ ടാർഗറ്റ് മൊത്തം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ അവർ സ്ട്രാറ്റജി മാറ്റിയിട്ടാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. അത് മനസ്സിലാകുന്നവർക്കറിയാം. അപ്പൊ അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ആ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ഇലക്ഷന് മുൻപും ഈ ഇലക്ഷനും. ആ സ്ട്രാറ്റജിയിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും കുറ്റപ്പെടുന്നതിനകത്ത് അർത്ഥമില്ല. അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നത് നമുക്കെന്തെങ്കിലും പരാജയം പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധനയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. കോൺഗ്രസ് നടത്താൻ തയ്യാറാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ശൈലിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടോ, കറക്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ എക്സസൈസാണ്. CPM ചെയ്യുന്ന അതല്ല. അവരുടെ യഥാർത്ഥ കാരണങ്ങളൊന്നും പുറത്തു പറയാതെ, അതിനെക്കുറിച്ച് ലക്ഷ്യം ചർച്ച ചെയ്യാതെ അന്ധൻ ആനയെ തപ്പുന്ന പോലെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ അത്തരം വിലയിരുത്തലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. തൃശ്ശൂരിലെ പരാജയത്തിന് കാരണമായി CPM പറയുന്നത് കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് അല്ല, അത് ഞാൻ പറയുന്നത് അതിനും കമ്മ്യൂണിറ്റി വൈസ് ചെയ്യേണ്ട കാര്യമില്ല. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമാണോ സുരേഷ് ഗോപി കിട്ടിയത്? തൃശ്ശൂരിലെ ഇലക്ഷനെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന് ഞങ്ങളൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും എനിക്കല്ല, പ്രാഥമികമായിട്ട് പരിശോധിക്കാൻ മനസ്സിലാകുന്നത് ഒരു 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 വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയൊരു മുൻതൂക്കം സുരേഷ് ഗോപിക്ക് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതൊരു വലിയ പ്രചരണത്തിന്റെ മെഷീനറിയാണ്. എവിടെയാണ് ന്യൂനപക്ഷങ്ങൾ അടുത്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ നടന്നത്? തൃശ്ശൂരിലത്തെ കാര്യം പറഞ്ഞു. ഞാൻ പറയാം, തൃശ്ശൂരിലെ കാര്യം ഒരു പൊളിറ്റിക്കൽ മാറ്റമല്ല, അതൊരു പേഴ്സണിനോട് തോന്നിയിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്ത് ഉണ്ടായ ഒരു സമീപനമായിട്ട് ഞാൻ കാണുന്നു. വേറെ ഏത് പ്രദേശത്താണ് ഉണ്ടായത്? ആലപ്പുഴ ഉണ്ടായിട്ടുണ്ടോ? കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ടോ? മാവേലിക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഇടുക്കി ഉണ്ടായിട്ടുണ്ടോ? എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ബാബു വെച്ച ചോദ്യത്തിന് ഉത്തരം ആ പ്രത്യേക സമൂഹത്തിന്റെ കാര്യമാണ്. ആലപ്പുഴ വോട്ട് പിടിച്ചിട്ടുണ്ട്, ഇല്ലാതെ പറഞ്ഞ കാര്യമില്ല. വോട്ട് വോട്ടെണ്ണല്ലേ. ആ കായംകുളത്തുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ?
സാധാരണഗതിയിൽ കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർമാരെയാണ് ഇത് എക്സംഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷക്കാലം ഡെപ്യൂട്ടി സ്പീക്കറെ ഉണ്ടായിരുന്നില്ല ലോക്സഭയിൽ, ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നവർക്ക്. അങ്ങനെ അല്ലേ അതുപോലെ പോകാവുന്ന ഒരു പ്രതിപക്ഷ നിരയല്ലല്ലോ ഇപ്പോഴുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെ പ്രോട്ടം സ്പീക്കറാക്കി നിയമിക്കും. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അപ്പൊ അത് സുരേഷ് ആണ് വരുന്നത് 8 തവണയുള്ളത്. അത് സത്യത്തിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വളർന്നു വന്ന പശ്ചാത്തലം, ചുറ്റുപാടുകൾ, ഈ സാഹചര്യങ്ങളിലൊക്കെ 8 തവണ പാർലമെന്റിലേക്ക് ജയിച്ചു വരിക എന്ന് പറയുന്നത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള, അഭിനന്ദിക്കേണ്ട കാര്യമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കണമെങ്കിൽ എന്താണ് ഇതിന്റെ ഛേദോവികാരം? ഈ ഇലക്ഷനിൽ ആ സമൂഹം പൂർണ്ണമായിട്ടും വോട്ട് ചെയ്യാത്തതിന്റെ പ്രതികാരം തീർത്തതാണോ? UP മാറ്റത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണല്ലോ. അത് പ്രതിഷേധാർഹമാണ്, ദുഃഖകരമാണ്. ഞങ്ങളുടെ പ്രതിഷേധം നമ്മൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അതിൽ ഇപ്പൊ അധികാരം ഒന്നും സത്യത്തിൽ സ്വേരിംഗ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം ജോലിയേ ഉള്ളൂ പ്രോട്ടം സ്പീക്കർ. നയപരമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അത്തരം ബാലിശമായ കാര്യങ്ങളോട് എത്ര തവണ 2 തവണ തോറ്റതുകൊണ്ടാണോ ഡിസ്ക്വാളിഫിക്കേഷൻ? അല്ല, അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെല്ലാം തീരുമാനിക്കും. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാക്കന്മാരുടെ ഒരാളാണ്. അതിപ്പോ തീരുമാനം യഥാസമയം വരും. രാഹുൽ ഗാന്ധി ആകണമെന്നാണ് പാർട്ടിയിലെ പൊതുവായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം അഭിപ്രായം പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അല്ല, അതിപ്പം ചോദിക്കേണ്ട താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ കിട്ടൂല. ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ ഒരിക്കലും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ലല്ലോ. അത് സാക്ഷാൽ കെ കരുണാകരനായിരുന്നപ്പോൾ പോലും, AK ആന്റണി ഉണ്ടായിരുന്നപ്പോൾ പോലും, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയെ തീരുമാനത്തിൽ ഇലക്ഷന് പോകാറില്ല. ആ ശൈലിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, മുമ്പ് ഉണ്ടായില്ല. പുതിയ കീഴ്വഴക്കങ്ങൾ ഉണ്ടാകണമെന്ന് താങ്കളുടെ ആഗ്രഹത്തിന് തൽക്കാലം എനിക്ക് വഴങ്ങാൻ ഉണ്ടാവില്ല. അങ്ങനെ ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാനുള്ള ഒരു വേദിയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളും ഇടതുപക്ഷ മുന്നണിയും തമ്മിൽ കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിലാണ്. രാഷ്ട്രീയമായ പോരാട്ടം ദേശീയ തലത്തിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ പോരാടുന്നവരാണ്. അത് ആ സ്പേസ് വേറെ ആൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കോളാം. അതുകൊണ്ട് അവർ പിൻവലിച്ചിട്ട് പിന്തുണ കൊടുക്കണമെന്നൊരു റിക്വസ്റ്റ് ഇപ്പം ഞങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, വികസന സമിതി യോഗത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ധർമ്മം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്, ഇന്നിപ്പം ഇന്ത്യയിലത്തെ തന്നെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ പാവങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ. അത്രയേറെ ഒപ്പിയത്. നമ്മളതുകൊണ്ടാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സൗകര്യം മറ്റു പല മെഡിക്കൽ കോളേജിലെ മറികടന്നുകൊണ്ട് ആലപ്പുഴയ്ക്ക് അത് കാണിച്ചു. ആ ബിൽഡിംഗ് ഇപ്പം കുറേ കാലത്ത് ശേഷം ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട്. പക്ഷെ അതിനും ഒരുപാട് പരാതികളുണ്ട്. ഞാൻ MP ആയി കഴിഞ്ഞ ഉടനെ തന്നെ, MP ആവുന്നതിന് മുമ്പ് മത്സരിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാനൊരു പോസിറ്റീവായ സമീപനമായിട്ടാണ് ഞാൻ ആരോഗ്യമന്ത്രിയെ വിളിച്ചത്. 2-3 മരണങ്ങളുണ്ടായി, സംബന്ധിച്ചുണ്ടായി. അത് ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു,
നമുക്കിതൊന്നും മെഡിക്കൽ കോളേജിനെ ഞാൻ ഇപ്പം മെഡിക്കൽ കോളേജിലെ എല്ലാ പ്രശ്നങ്ങളും മോശമാണെന്ന അഭിപ്രായക്കാരനല്ല ഞാൻ പറയാം. ഒരു ആലപ്പുഴയിലെ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ, പൊതു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ പരാധീനതകൾ പരിഹരിച്ച് ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. എല്ലാവർക്കും ആശ്രമ മെഡിസിറ്റിയിലും അതുപോലെ പിന്നെ ഞാൻ പേര് പറഞ്ഞ പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ പിന്നെ കേരള എറണാകുളത്തെ ഓരോ സ്ഥാപനങ്ങളിലും മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കാൻ അവിടെ ചികിത്സിക്കാൻ പറ്റുന്നവരല്ല. അവരും ഒരു പരിധിവരെ ഇതിൻ്റെ പ്രചരണത്തിന് പിന്നിലുണ്ട്. അത്തരം പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എല്ലാം മോശമാണ്, എല്ലാം തകർന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ പോയിട്ട് കാര്യമില്ല എന്നുള്ള പ്രതീതി സ്വീകരിച്ച് പ്രൈവറ്റ് മെഡിക്കൽ ആ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുപോകാൻ ശ്രമം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി വളരെ മിനിമം കാര്യങ്ങൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ആയുധം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ അതുകൊണ്ട് മന്ത്രിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് നേരെയാക്കണം, നമ്മളെ കൊണ്ടാവുന്ന ഒരു സാഹചര്യം എന്താ സഹായം വേണ്ടത്. അത്യാവശ്യം CSR ഫണ്ട് ഉണ്ടാകേണ്ട കാര്യമുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സമീപിക്കാനും കൂടെ എൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമീപിക്കാം, സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് മന്ത്രി വരണം ആലപ്പുഴയിൽ. ഞാനത് HDS മീറ്റിങ്ങിനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മന്ത്രി ആലപ്പുഴയിൽ വന്ന് ഒരു ആലോചന നടത്തി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താണുള്ളത് അതൊന്ന് പരിഹരിക്കാൻ. പിന്നെ അവിടെ കാഷ്വാലിറ്റിയിൽ സീനിയർ ഡോക്ടർമാർക്ക് എല്ലാ പ്രശ്നങ്ങളും അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഞാനിവിടെ പറയുന്നില്ല, അവിടെ ചർച്ച ചെയ്യാൻ ഞാൻ പോകാം. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓർഡിനേഷൻ്റെ കുറവുണ്ട്, മരുന്നില്ലാത്ത പ്രശ്നമുണ്ട്, മരുന്ന് അത്യാവശ്യം വേണമെന്ന് മരുന്നുകളില്ല. ഒന്നും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് നേരെയാക്കി എടുക്കാൻ, അതുപോലെ വേക്കൻസികൾ പൂർണ്ണമായിട്ട് അത്യാവശ്യ വേക്കൻസികൾ ഫില്ല് ചെയ്യണം വേണം. മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ്, നമ്മുടെ ഇതിൽ പോസിറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ക്രിയാത്മകമായിട്ട് മാത്രമേ ഞാൻ അവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. മന്ത്രി പറഞ്ഞു ഞാൻ എന്തായാലും വരാം എന്നോട് പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷം. അത് മാധ്യമങ്ങളെ അറിയിക്കും മന്ത്രി വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 15-ാം തീയതി ആയിരുന്നു ആദ്യം മീറ്റിംഗ് വെച്ചത്, HDS മീറ്റിംഗ്. 15-ാം തീയതി വെച്ച HDS മീറ്റിംഗ് പെട്ടെന്ന് 22-ാം തീയതിക്ക് മാറ്റി. അപ്പോൾ ആ 15-ാം തീയതി വെക്കുമ്പോൾ മന്ത്രി വരുന്ന ഒരു കാര്യമൊന്നുമില്ല. ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കങ്ങോട്ട് അറിയിപ്പോൾ മന്ത്രി കൂടി പങ്കെടുക്കുന്നുണ്ട് HDS മീറ്റിംഗ്. അതുകൊണ്ട് 15-ാം തീയതി പരിപാടി അസൗകര്യമാണ്, 22-ാം തീയതി മാറ്റുന്നതാണ് അറിയിച്ചത്. അപ്പോൾ ഞാൻ ധരിച്ചു വളരെ സന്തോഷം. HDSൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടല്ല, ഞാൻ പറഞ്ഞ മന്ത്രി വന്നിട്ട് ഒരു ഉന്നതതല യോഗം നടത്തിയിട്ട് അത്യാവശ്യം വേണ്ട ക്രമീകരണം നടത്താനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. HDSൽ തന്നെ പങ്കെടുക്കാൻ മന്ത്രി വരുന്നത് എല്ലാവരുടെയും അഭിപ്രായം അറിയാമല്ലോ, വളരെ നല്ല കാര്യം. അവർ വരുന്നതാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുന്നില്ലേ? ഇല്ല. അത് നിർഭാഗ്യപരമായിപ്പോയി. അവർ 15-ാം തീയതി ഞങ്ങൾക്കും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉള്ളവരാണല്ലോ. എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഞാൻ ആലപ്പുഴയിൽ എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള ഒരു മേഖലയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. കാരണം ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ. അപ്പോൾ എനിക്ക് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കണമില്ല, പറ്റാവുന്ന സ്ഥലങ്ങളിൽ സമയങ്ങളെല്ലാം പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പങ്കെടുക്കും, നിർദ്ദേശം വെക്കാനുള്ള നിർദ്ദേശം വെക്കും, മുന്നോട്ട് പോകുകയും ചെയ്യും. ഇതിനകത്ത് പരിഹാരമാർഗം എന്തായുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ നിയമസഭയിലെ റിപ്ലൈ കണ്ടു. യാഥാർത്ഥ്യമായിട്ട് യാതൊരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല. അവിടെ നിങ്ങൾക്ക് അന്വേഷിച്ചാറില്ല. മരുന്നിൻ്റെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം 10 പേര് കൊടുത്ത് ഷീറ്റ് കൊടുക്കുന്നു. അത്യാവശ്യം വേണ്ട മരുന്നുകൾ പോലും ഇല്ല ആശുപത്രിയിൽ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട അധികാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മരുന്നിന് ഡിമാൻഡ് ചെയ്ത് എത്ര കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല, മെഡിക്കൽ കോർപ്പറേഷൻ കിട്ടുന്നില്ല. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ അത് വളരെ വളരെ ഗൗരവതരമായ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇനി വന്നപ്പോൾ എൻ്റെ നേട്ടമായിട്ട് എനിക്കൊരു നേട്ടവും വേണ്ടേ. എനിക്ക് ഈ മെഡിക്കൽ കോളേജ് ഒന്ന് നേരെയാക്കി എടുക്കാനുള്ള പരിശ്രമം സർക്കാർ നടത്തിയാൽ മതി. എത്ര സഹായം ഏതിൽ ചെയ്യണോ അത് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ പറ്റുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടായത് ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭീകരമായ വിഷയമായി മാറിയിരിക്കുകയാണ് പക്ഷിപ്പനി. കേരള കുട്ടനാട്ടിൽ എല്ലാ വർഷവും നിരന്തരമായിട്ട് തുടങ്ങി ഈ കാക്കകളിലേക്ക് ലക്ഷക്കണക്കിന് പക്ഷികളെയാണ് വീടുകളിൽ പറക്കുന്നതിന് ഒരു പേരുകളുന്ന സ്ഥിതിയാണ്. ഇതിനൊരു പരിഹാരം കേന്ദ്ര സർക്കാർ ആലപ്പുഴയിലുള്ള പേരുടെ പരീക്ഷണം നിരീക്ഷണങ്ങളൊക്കെ വന്ന് പോകുന്നൊന്നല്ലാതെ ഇത് കൂടിക്കൂടി ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും ഞാനത് നമ്മൾ അതൊന്ന് ഗൗരവമായി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഇടപെടലോടുകൂടി
മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഇപ്പോൾ ചേർത്തലയിലെ വൈറോളജി ലാബിന് തന്നെ ഇത് ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആനിമൽസിന് ചെയ്യാൻ അവർക്ക്, ബേഡ്സിന് ചെയ്യാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് അത് പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിൽ നിംസ് സ്ഥാപിക്കുമെന്ന് ബിജെപി പറയുന്നുണ്ട്. ചില തിരുവനന്തപുരത്തടക്കം പറയുന്നത് ആലപ്പുഴയായിരുന്നു സ്ഥലമുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രപ്പോസലോ? നമ്മൾ നേരത്തെ കൊടുത്തിരുന്നതാണ്. നമ്മുടെ ഗവൺമെൻറ് കാലത്ത് ആലപ്പുഴയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിനുള്ള സ്പേസ് അവിടെ ആലപ്പുഴയുണ്ട്. നമ്മൾ കേരളത്തിൽ എയിംസ് വേണമെന്നത് ഏറ്റവും എത്രയോ വർഷമായിട്ട് കിട്ടേണ്ടത് അടിയുമായിട്ടുള്ള സ്റ്റേറ്റാണ്. കേന്ദ്രം അത് തീർത്തും അവഗണിക്കുകയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിലിടുന്നതാണ്. അപ്പോൾ ആലപ്പുഴയിൽ അത് സ്ഥലം കൊടുക്കാൻ തയ്യാറാവുന്ന പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നൂറിനാട് സ്ഥലമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ഥലം എഴുതുന്ന ലക്ഷ്യമുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് കേരളത്തിലിട്ടുന്ന മുന്തിയ പരിഗണന വെച്ചിട്ട് കേരള സർക്കാർ പ്രപ്പോസലുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പറഞ്ഞിട്ട് അത് 2-3 പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതിൽ കൂടുതൽ അല്ല, അത് എന്തായാലും ആലപ്പുഴ കൂടി അതിൽ അർഹതപ്പെട്ട ഞാൻ ചോദിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു പ്രദേശമാണ് ആലപ്പുഴ. മുൻപ് നമ്മൾ ഡിമാൻഡ് വെച്ചതാണ്. എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ബാലിശമായ ഡിമാൻഡായിട്ട് കണക്കാക്കുന്ന കാര്യമില്ല. സർക്കാർ പരിശോധിച്ച് സ്ഥലവും വ്യാപ്തി ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നമ്മളുണ്ട്.